പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഏതാനും തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 7, 8, 9, 10 ഈ വാക്യങ്ങളാണ് ഞാൻ വായിക്കുക. നമുക്ക് അത് ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ശ്രമിച്ച തിരുവചനങ്ങളിലൂടെ ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഗോളസഭ വിശ്വാസവർഷം ആചരിച്ച് കഴിഞ്ഞ 24-ാം തീയതി ആ വിശ്വാസവർഷ ആചരണം സമാപിച്ചു. വിശ്വാസവർഷത്തിൽ സഭയുടെ ഏറ്റവും വലിയ പരിചിന്തന വിഷയം വിശ്വാസ പ്രമാണമായിരുന്നു. വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ അതിൽ 12 വിശ്വാസ സത്യങ്ങളുണ്ട്. ഈ 12 വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങളും സെമിനാറുകളും ധ്യാനവുമൊക്കെ ഏറെ ഒരു പക്ഷേ പല ഇടങ്ങളിലായി കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ 12 വിശ്വാസ സത്യങ്ങളിൽ 1-ാമത്തെ വിശ്വാസ സത്യം നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്: സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. ഒരുപക്ഷെ ക്രൈസ്തവ സഭയുടെ, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പിതാവിലാണ്, സർവശക്തനായ പിതാവിലാണ് എന്നുള്ളതാണ്. ശക്തനായ ഒരു പിതാവിൽ, ഏകനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് കോടിക്കണക്കിന് ദൈവങ്ങളില്ല, നമുക്ക് പൂജിക്കാൻ ആയിരക്കണക്കിന് വിഗ്രഹങ്ങളില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഏക ദൈവത്തിലാണ്. ആ ദൈവം സർവശക്തനാണ്. എല്ലാറ്റിലും ഉപരിയായി ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ വിശ്വസിക്കുന്നത് ഒരു പിതാവിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ വിശ്വാസികളായ നമുക്ക് ഇനിയും വളരെയേറെ ആഴപ്പെടാനുണ്ട്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ദൈവം എൻ്റെ പിതാവ് എങ്കിൽ ദൈവമക്കൾ എന്ന നിലയിൽ ഈ പിതാവിനെ അറിയാൻ നമുക്ക് സാധിക്കണം. ഈ പിതാവിനെ അറിയാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രമിച്ച തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ ശ്രമിച്ചു: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഈ കാലഘട്ടം മദർ തെരേസ പറയുന്നുണ്ട്, ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ വിശപ്പ് സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. നമ്മളൊരു കുടുംബത്തെ എടുത്തിട്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നു, മാതാപിതാക്കളുടെ സ്നേഹത്തിനു വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്ന മക്കൾ ഇന്നേറി വരികയാണ്. മറുവശത്ത് മക്കളുടെ സ്നേഹത്തിനു വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്ന മാതാപിതാക്കൾ. ഭാര്യാഭർത്തൃ ബന്ധമെടുക്കുക,
ഒരു ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്ന ഭാര്യ, ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്ന ഭർത്താവ്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമെടുക്കുക, അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധമെടുക്കുക, ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിക്കുക. ഈ കാലഘട്ടത്തിന്റെ പരമമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. ഒരുപക്ഷെ ബാഹ്യമായി നമ്മളെല്ലാവരും ചിരിച്ചു നടക്കുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇന്ന് പലർക്കും ഒരു ശൂന്യതയാണ്. പലരുടെയും മനസ്സ് ഫ്ലാസ്ക് പോലെയാണ്. സ്നേഹത്തിന്റെ ശുഷ്കതയും ശൂന്യതയും. ഈ കാലഘട്ടത്തിന്റെ ഏത് പ്രശ്നത്തെ നമ്മൾ വിശകലനം ചെയ്താലും നമ്മൾ എത്തിച്ചേരുന്നത് ഈ സ്നേഹശൂന്യതയിലാണ്. വളരെ പ്രഗത്ഭനായ ഒരു ആത്മീയ ചിന്തകനും പ്രസംഗകനും ഗുരുവുമാണ് ജോൺ പവൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു സുവിശേഷകൻ. ജോൺ പവൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ദ അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഈ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ അദ്ദേഹം തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ആ അവസാന അധ്യായത്തിൽ ടോമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറയുക. ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നടത്തുന്ന ഒരു ബൈബിൾ സ്കൂളിൽ വിദ്യാർത്ഥിയാണ് ടോമി. വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യങ്ങളൊക്കെ ഈ യുവജനങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ടോമി പലപ്പോഴും ഒരു തലവേദനയാകാറുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് ദൈവം സ്നേഹമാണ്, ദൈവം ഒരു പിതാവാണ് എന്നൊക്കെ പറയുന്നത് ടോമി അംഗീകരിക്കില്ല. ദൈവം ഒരു വലിയ ശക്തിയാണ് എന്നൊക്കെ ഒരു പക്ഷെ ടോമി സമ്മതിക്കും. ദൈവത്തിൽ ടോമിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ ഒരു പ്രസ്താവനയിൽ അവൻ പലപ്പോഴും ചോദ്യം ചെയ്യും. പിന്നീട് അവന്റെ ചോദ്യം ചെയ്യലുകളൊക്കെ അസഹനീയമായി തോന്നിയപ്പോൾ അവനെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റാത്ത രീതിയിൽ അവൻ യുക്തി കൊണ്ടുള്ള സംവാദങ്ങൾ ആരംഭിച്ചപ്പോൾ ടോമിയെ ആ ബൈബിൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞയക്കേണ്ടി വന്നു. അങ്ങനെ നാളുകളേറെ പിന്നിട്ടു. ഈ ബൈബിൾ ക്ലാസ്സിൽ നിന്ന് ടോമി പോകുമ്പോൾ ജോൺ പവലിനോട് ടോമി യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ അദ്ദേഹം ടോമിയോട് പറയുന്നുണ്ട്, ടോമി, നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചറിയും ദൈവം സ്നേഹമാണെന്ന്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു ആശംസയോടെയാണ് പറഞ്ഞയക്കുന്നത്. നാളുകളേറെ കഴിഞ്ഞു. ടോമി മാരകമായ ലുക്കേമിയ, രക്താർബുദത്തിന് അടിമയാവുകയാണ്. ടോമി അങ്ങനെ രോഗം മൂർച്ഛിച്ച ആശുപത്രിയിൽ കഴിയുമ്പോൾ മരണത്തോട് അടുത്ത ആ ദിവസങ്ങളിലേക്ക് അവനിങ്ങനെ അവശനായി മുന്നോട്ട് പോകുമ്പോൾ പലവട്ടം ഈ ജോൺ പവൽ ടോമിയെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ടോമിയോട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, ടോമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ടോമി മാറ്റം വരുത്തിയിട്ടില്ല മനസ്സിൽ. ഒരു ദിവസം ജോൺ പവൽ ടോമിയെ കാണാൻ ചെന്നപ്പോൾ ടോമി വാവിട്ട് കരഞ്ഞു. അതിനിടയാക്കിയ ഒരു സംഭവമുണ്ട്. ടോമിയുടെ ജീവിതത്തിൽ അവൻ അവന്റെ പിതാവിന്റെ സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ല. അവന്റെ പിതാവിൽ നിന്ന് വളരെ വൈകൃതമായ രീതിയിൽ പീഡനങ്ങളേറ്റ് വളർന്നിട്ടുള്ള അവന്റെ ബാല്യകാലം, അവന്റെ കൗമാരം, അവന്റെ യൗവനം. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് അവനൊരു അനുഭവമല്ല. സ്വന്തം പിതാവിന്റെ സ്നേഹം അവൻ അനുഭവിച്ചിട്ടില്ല. ഈ ടോമി ആ ആശുപത്രിയിൽ രോഗിയായി മരണത്തോടടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം ടോമിയുടെ പിതാവ് അവന്റെ അരികെ ചെന്നു. അവിടെ ചെന്നിട്ട് ഈ മകന്റെ മുഖത്ത് നോക്കി അമ്മോളമില്ലാത്ത രീതിയിൽ ഈ മകൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ ആ പിതാവ് വാവിട്ട് കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം നിയന്ത്രണം വിട്ട് ഈ ടോമിയെ മാറോട് ചേർത്ത് ചുംബിക്കുകയാണ്. ടോമിയും നിയന്ത്രണം വിട്ടു. അങ്ങനെ ആ പിതാവും മകനും അന്ന് വരെയില്ലാത്ത ഒരു പൊട്ടിക്കരച്ചിലിൽ മാറോട് ചേർത്ത് നിൽക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ജോൺ പവൽ ഈ ടോമിയെ കാണാൻ ചെല്ലുന്നത്. ടോമി ജോൺ പവലിനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എത്രയോ വലിയ സത്യമാണ്.
ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി ദൈവം സ്നേഹമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സ്നേഹമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദൈവം ഒരു പിതാവാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പ്രിയമുള്ളവരെ, ഇത് ഒരു കെട്ടുകഥയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ദ അൺകണ്ടീഷണൽ ലവ്. ജോൺ പവൽ തന്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്ന ഒരു സാക്ഷ്യമാണിത്. സ്വന്തം പിതാവിന്റെ ചുംബനമറിയാത്ത, തലോടലറിയാത്ത, സ്നേഹം രുചിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തിൽ ദൈവത്തെ പിതാവായി അംഗീകരിക്കാനോ ദൈവം സ്നേഹമാണെന്ന് അംഗീകരിക്കാനോ തയ്യാറാകാതെ യുക്തി കൊണ്ട് ജീവിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ ആ പിതാവിന്റെ സ്നേഹസ്പർശനത്തിന്റെ, സ്നേഹചുംബനത്തിന്റെ ദിവ്യമായ ഒരു വെളിപ്പെടുത്തൽ, ഒരു അത്ഭുതകരമായ അനുഭവം, അതാണ് ടോമിയുടെ ജീവിതത്തിലെ ഈ രൂപാന്തരീകരണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ വചനങ്ങൾ ഞാൻ വായിച്ചത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന സവിശേഷതകളില് ലോകം ഇന്ന് വളരെയേറെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. പിതാവ് എന്ന് പറയുന്ന ശക്തി കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യൻ അകലാൻ ശ്രമിക്കുകയാണ്. പിതൃത്വം എന്ന് പറയുന്നത് ഇന്ന് നിഷേധിക്കപ്പെടുന്ന ഒരു ലോകം. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ വിലമതിക്കുന്നില്ല, അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് സഭ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ദൈവത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥ. ദൈവനിഷേധികളുടെ എണ്ണം വർദ്ധിക്കുന്നു. യേശുവിനെ നിഷേധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. മൂന്നാമതായിട്ട്, ഒരുപക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ സഭയെ നിഷേധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ വേണം, സഭ വേണ്ട. നിഷേധങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ. അപ്പം ദൈവത്തെ നിഷേധിക്കുക, ഈശോയെ നിഷേധിക്കുക, സഭയെ നിഷേധിക്കുക, നേതൃത്വത്തെ നിഷേധിക്കുക, ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ നൊമ്പരങ്ങളാണ്.